ഐ ജെന്യുവിൻലി ഹോപ്പ് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ റീസെന്റ്ലി ഒരു ഫാഷൻ സ്റ്റുഡന്റുമായിട്ട് സംസാരിച്ചു. ഷീ ഈസ് 19 ഇയേഴ്സ് ഓൾഡ്. കഴിഞ്ഞ 5 മാസമായിട്ട് ഒരു പയ്യൻ അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് യു നോ ദ ഡ്രിൽ. ആദ്യം ഭയങ്കര സ്നേഹത്തോടുകൂടി മെസ്സേജ് അയക്കുന്നു. പതുക്കെ പതുക്കെ റിലേഷൻഷിപ്പിൽ ആവണം 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 എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ദി ഷെയർ ദെയർ ലൈഫ്സ്. നിങ്ങൾ അവരുടെ പരസ്പരമുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ആൻഡ് കുറച്ച് മാസം അവനിങ്ങനെ പുറകെ നടക്കുന്നു. ആൻഡ് ഷീ ഓൾസോ സെഡ് യെസ്. യെസ് പറഞ്ഞ് അവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ തുടങ്ങി. വൺ ഫൈൻ ഡേ ഈ പയ്യൻ വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറയാണ്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ്, ആ കുട്ടി നല്ല ഭംഗിയില്ലേ കാണാൻ, അവൾക്ക് തിരിച്ചു എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾ റിലേഷൻഷിപ്പിലാവാൻ പോവാണെന്നൊക്കെ പറയാണ്. അപ്പം കളിയാക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അധികം ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇവൻ സീരിയസ്നെസ് ഇത് ഇച്ചിരി കൂടി വന്നതോടുകൂടി അവള് മറ്റേ പെൺകുട്ടീനെ കോണ്ടാക്ട് ചെയ്യാണ്. സോ ആദ്യം ഈ പയ്യൻ മെസ്സേജ് അയച്ച കുട്ടി നിറഞ്ഞത് എയും പുതുതായിട്ട് ഇവൻ ഫോട്ടോ അയച്ചു കൊടുത്ത കുട്ടി ബിയും ആണെന്നിരിക്കട്ടെ. അപ്പൊ ഈ എ ബിക്ക് മെസ്സേജ് അയക്കുന്നു. ആൻഡ് ഷീ കംസ് ടു നോ ദാറ്റ് ബിയും ഈ പയ്യനുമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്. ആൻഡ് ദേ ആർ ഈവൻ തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചറിൽ അവർ ബാംഗ്ലൂർ പോയിട്ട് ഒരുമിച്ച് താമസിക്കാനുള്ള പ്ലാൻസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രീൻഷോട്ട്സ് ഇവനുമായിട്ട് സംസാരിച്ച സ്ക്രീൻഷോട്ടൊക്കെ എ ബിക്ക് അയക്കുന്നു. ആൻഡ് ബി കരച്ചിലാവുന്നു, ഭയങ്കര സീനാവുന്നു. ആൻഡ് യു നോ ദ മെസ്. പക്ഷെ ഈ ഫോട്ടോ അയച്ചു കൊടുത്തതിലും ഇതെല്ലാ കാര്യങ്ങളും ബിയോട് പറഞ്ഞു കൊടുത്തതും കൊണ്ടിട്ട് ഈ പയ്യൻ ഭയങ്കര ട്രിഗേർഡ് ആണ്. ഈ പെൺകുട്ടിക്ക് ഇവൻ ത്രെറ്റനിങ് മെസ്സേജസ് ഒക്കെ അയക്കും. ഈ പെൺകുട്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇവളുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ആണ്. ആദ്യമായിട്ട് ഒരാളെ പോയി മീറ്റ് ചെയ്യുന്നതാണ്. ഷീ ഈസ് കെയർ ടു ടെൽ അബൌട്ട് ദിസ് അറ്റ് ഹെർ ഹോം. ഒരാളെ ട്രസ്റ്റ് ചെയ്തു, അതിങ്ങനായി എന്നുള്ളതിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവന്റെ ത്രെറ്റനിങ് മെസ്സേജസ് കാരണം മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ട്. 4മത്തെ കാര്യം സ്വയം ഒരു വെറുപ്പ്. ഇങ്ങനെ ഒരു എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ, ഞാൻ ഒരാളെ വിശ്വസിച്ചല്ലോ എന്ന് നമുക്ക് സ്വയം നമ്മളോട് തന്നെ തോന്നുന്ന ഒരു വെറുപ്പ്. ഈ ഒരു പ്രായത്തില് നമ്മളുടെ പുറകെ നടന്ന ഒരാൾ ഇത്ര അറ്റൻഷൻ തരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിനിമയിലും ടി വിയിലും ഒക്കെ കണ്ടിരിക്കുന്നത് എന്താണ്, ഒരു പയ്യൻ ഇങ്ങനെ പുറകെ നടക്കുന്നു, അപ്പോഴത്തേക്കും അവളിങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് അവൾ യെസ് പറയുന്നത്, പിന്നെ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാവുന്നു, റിലേഷൻഷിപ്പിലാവുന്നു, പയ്യൻ പറയുന്ന രീതിയിൽ ഈ പെൺകുട്ടി നടക്കുന്നു, പിന്നെ ആ പയ്യന്റെ ഓണർഷിപ്പിലാണ് ആ കുട്ടി ജീവിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സ്റ്റീരിയോ ടൈപ്സ്. ഇത് ഐഡിയലാണ്, ഇത് അടിപൊളിയാണ്, ഇനി അവൻ പറയുന്ന പോലെ ആയിരിക്കണം എൻ്റെ ജീവിതം എന്നൊക്കെ ഉള്ള ഒരു ഫാന്റസിയിലേക്ക് പോവും. പിന്നെ ഇത്രയും എല്ലാ ദിവസവും എണീറ്റ് നമുക്ക് മെസ്സേജ് അയക്കും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ വെർബൽ അബ്യൂസ് ഈ പ്രായത്തിലുള്ള റിലേഷൻഷിപ്സിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ആബ്സല്യൂട്ട്ലി നോട്ട് ഓക്കെ. ഈ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാം? ദിസ് ഗൈ ഈസ് സ്റ്റിൽ മെസ്സേജിങ് ഹർ. ഇപ്പോഴും അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ത്രെറ്റനിങ് മെസ്സേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് സ്നേഹത്തോടെ കൂടി പോകാനുള്ള മെസ്സേജസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയവാ. ബട്ട് ദേ ആർ സ്റ്റിൽ ഇൻ കോണ്ടാക്ട്. നടന്നതെല്ലാം മറന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും പോവാം. ഇതാണ് ആദ്യത്തെ ഒരു ഓപ്ഷൻ. 2മത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു റിവെഞ്ച് മൈൻഡ് സെറ്റിൽ നിന്ന് അവൻ എല്ലാ സ്ക്രീൻഷോട്ടും എടുത്ത് ഫ്രണ്ട്സിന്റെ ഇടയിൽ നാറ്റിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. തേർഡ് തിങ്, the most intelligent thing is to find someone who you can trust. Okay, ഇപ്പോൾ ചില വീടുകളിൽ ഭയങ്കര ദേഷ്യപ്പെടും, ഭയങ്കര സീനായിരിക്കും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സ്പീക്ക് ടു യുവർ സ്കൂൾ കൗൺസിലർ. സ്കൂളിൽ ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജിൽ ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. വീട്ടിൽ ഭയങ്കര നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാകുമെങ്കിൽ, ബട്ട് ഇൻഫോം സംവൺ ട്രസ്റ്റ് വർത്തി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും എത്രയും വേഗം ഇത് പറയുക. ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, യു ഡു നോട്ട് ഹാവ് എനിവൺ ടു ടോക്ക് ടു. ആരും ഇല്ല സംസാരിക്കാനെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് ബ്ലോക്ക് ഓൾ കോണ്ടാക്ട്സ് വിത്ത് ഹിം. ആൻഡ് ഈവൻ ഈ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ അവൻ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും, എന്തെങ്കിലും രീതിയിൽ ഹാം ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് മാൻഡേറ്ററി ദാറ്റ് യു ഇൻഫോംസ്. യു ഡോണ്ട് ഹാവ് ടു ഡിസ്ക്ലോസ് ഓൾ ദി ഇൻഫർമേഷൻ. ഇയാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഇൻഫർമേഷൻ മാത്രം പറഞ്ഞാൽ മതി. ബട്ട് പാരൻസിനോട് പറയാൻ അത്രയ്ക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ, ആസ് ഐ ടോൾഡ് യു, സ്കൂൾ കൗൺസിലർ, കോളേജ് കൗൺസിലർ, സം കൈൻഡ് ഓഫ് എ ഡോക്ടർ, തെറാപ്പിസ്റ്റ്, എന്തെങ്കിലും ഒരു ട്രസ്റ്റഡ് അതോറിറ്റിയോട് ഇത് പറയുക. Cut all contacts with him immediately. Now I want to bring your attention to the core issue. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഫസ്റ്റ് തിങ്, എപ്പോഴും ഇങ്ങനെയുള്ള മാനിപ്പുലേറ്റേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഇല്ലാത്ത, അതായത് നിങ്ങൾ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ തുറന്നു പറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ വന്നിട്ട് നമുക്ക് ഒരുപാട് അറ്റൻഷൻ തരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അയാളെ ട്രസ്റ്റ് ചെയ്ത് പോകും.
പക്ഷേ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ എങ്കിൽ ഇറ്റ് ടെൽസ് യു ദാറ്റ് യു ഡു നോട്ട് ഹാവ് ഫ്രണ്ട്സ്. നിങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ല, അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. സ്റ്റാർട്ട് ബിൽഡിങ് ഫ്രണ്ട്. അതൊരു എഫേർട്ട് തന്നെയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് വേണ്ടി അവരുണ്ടായിരിക്കണം. എത്ര അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടോ അത്രയും നല്ലത്, എത്ര അവർക്ക് വിവരം ഉണ്ടോ അത്രയും നല്ലത്. 1-2 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, പിന്നെ ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 പേര്. ഈ ഒരു 5 പേർ സർക്കിൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് വെൻ എവർ യു കം അക്രോസ് ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ഇൻട്രൊഡ്യൂസ് ദം ടു യുവർ ഫ്രണ്ട്സ് ഫസ്റ്റ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയാളെ അറിയാമായിരിക്കണം. അയാളെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഫ്രണ്ട്സിൻ്റെ പ്രസൻസിൽ മാത്രം അയാളോട് സംസാരിച്ചാൽ മതി. അത് കസിൻസോ ഫാമിലി മെമ്പേഴ്സോ ആണെങ്കിൽ അത്രയും ബെറ്റർ. ഈ ഒരു ഷീൽഡിനോടൊപ്പം മാത്രമേ ഒരു സ്ട്രേഞ്ചറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. ഒറ്റയ്ക്ക് ഒരിക്കലും പാടില്ല. ഇതോടുകൂടി തന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യത വളരെയധികം കുറവാണ്. പക്ഷെ എന്നാലും വന്നേക്കാം. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് അവരുടെ പാരൻസിനെ, അവരുടെ ഫാമിലിനെ, അവരുടെ ഫ്രണ്ട്സിനെ അറിയാമായിരിക്കണം. ഓക്കെ, ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ആവുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ ഫാമിലി, ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അയാളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോട്ടെ, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പോലും തേർഡ് തിങ്, അവർ കൺട്രോളിങ് ആവുന്നുണ്ടോ, അവർ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടോ. ഒരാളെ നിങ്ങൾ കാണുമ്പോൾ, ജെനുവിൻലി നിങ്ങൾ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു നോർമൽ ആഗ്രഹമുണ്ട്. അതിലും ഒരുപാട് കൂടുതലാണോ ഈ വരുന്ന ആളുടെ ആഗ്രഹം, ഇറ്റ് ഈസ് എ വെരി ബിഗ് റെഡ് ഫ്ലാഗ്. അത് നമുക്ക് അവരോട് നാച്ചുറലി തോന്നുന്നതിലും ഒരുപാട് കൂടുതൽ ഇൻട്രസ്റ്റ് അവരിങ്ങോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ബിഗ് റെഡ് ഫ്ലാഗ്. എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഈക്വൽ ആയിരിക്കണം. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് എഫേർട്ട് ഇടാൻ പാടില്ല, അവർ ഒരുപാട് ഇങ്ങോട്ട് എഫേർട്ട് ഇടാൻ പാടില്ല. ഈക്വൽ എഫേർട്ട് ആണെങ്കിൽ മാത്രമേ അതൊരു പ്രോപ്പർ റിലേഷൻഷിപ്പായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അവരിങ്ങോട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, ഇമോഷണലി ഡിസ്റ്റന്റ് ആണ്, ഇതൊക്കെ വലിയ 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 റെഡ് ഫ്ലാഗ്സ് ആണ്. മേക്ക് ഷുവർ യു ബോത്ത് ആർ പുട്ടിങ് ഈക്വൽ എഫേർട്സ്. മേക്ക് ഷുവർ യു നോ ഹൂ ഹി ഈസ്. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അവരുടെ ഫാമിലിയെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കണം, ഫ്രണ്ട്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. പ്ലസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റി അവരും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ മാത്രം അവരോട് കോണ്ടാക്ട് ചെയ്യുക. ഇനിഷ്യലി ഒറ്റയ്ക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സംസാരങ്ങൾ ബെറ്റർ ടു അവോയ്ഡ്. And I hope you have a trusted adult to whom you can speak about this.